ഇന്ന് നടന്ന സ്റ്റോർ കീപ്പർ പരീക്ഷയുടെ മലയാളം ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. 128/2025 ക്വസ്റ്റ്യൻ കോഡ്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, മടയൻ, അതാണ് ശരിയായത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമേത്? ഓപ്ഷൻ സി, ആകാശക്കോട്ട. ഓപ്ഷൻ സി, ആകാശക്കോട്ട. ചിലർക്ക് ആകാശഗോപുരം എന്ന് തോന്നിയിട്ടുണ്ടാവാം, അത് തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ആകാശക്കോട്ട. മൂന്നാമത്തെ, പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? സിമ്പിളാണല്ലേ. പഠിത്തം അവസാനിക്കുമ്പോൾ നമ്മൾ എന്താണ്, ബുക്കൊക്കെ കെട്ടിവെക്കില്ലേ, അതുപോലെ ഏട് കെട്ടുക എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഏട് എന്ന് പറഞ്ഞാൽ എന്താണ്, പേജാണ് അല്ലേ. അപ്പോൾ ഏട് കെട്ടുക, പഠിത്തം അവസാനിപ്പിക്കുക. ഏട് എന്ന് പറഞ്ഞാൽ പേജാണല്ലോ. അപ്പോൾ പഠിത്തം അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏട് കെട്ടുക. ഓപ്ഷൻ എ. 94, ശ്വശുരൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏത്? ശ്വശ്രു. ഓപ്ഷൻ ബി, ശ്വശ്രു ആണ് ശരിയായ ഉത്തരം. 95, അയക്കുന്ന ആൾ എന്ന അർത്ഥം വരുന്ന പദമേത്? ഏതാണ്? ഓപ്ഷൻ എ, പ്രേഷകൻ. ഓപ്ഷൻ എ, പ്രേഷകൻ. 96 ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം ഏത്? ഓപ്ഷൻ എ, ഗുരുക്കളാണല്ലേ. അതെന്താ ഓപ്ഷൻ എ ഗുരുക്കൾ വരാൻ കാരണം എന്താ? ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ പൂജക ബഹുവചനമാണ്. ഒരാളെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബഹുമാനത്തോടെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് പൂജക ബഹുവചനങ്ങളിൽ വരിക. ഇനി 97 ചോദ്യം, ഓശ എന്ന വാക്കിൻ്റെ സമാനാർത്ഥം വരുന്ന പദമേത്? അപ്പോൾ ഓശ, ഒച്ച എന്നൊക്കെ ഓർത്ത് വെച്ചാൽ ഓപ്ഷൻ ബി, ശബ്ദമാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഓശ എന്ന വാക്കിൻ്റെ സമാനാർത്ഥം ബി, ശബ്ദം. പക്ഷി എന്നർത്ഥം വരാത്ത പദമേത്? 98 ക്വസ്റ്റ്യൻ, പക്ഷി എന്നർത്ഥം വരാത്ത പദമേത്? ഓപ്ഷൻ സി ആണ് ദ്വിജം. ഓപ്ഷൻ സി, ദ്വിജം. 99, സർവജ്ഞൻ എന്ന വാക്കിൻ്റെ വിപരീത പദമേത്? വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, കിഞ്ചിജ്ഞൻ. ഓപ്ഷൻ സി, കിഞ്ചിജ്ഞൻ. 100 ചോദ്യം, പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക. പൊൻ പ്ലസ് കുടം എന്തായി മാറുന്നു? പൊൽക്കുടമായി മാറുന്നു. പൊൽക്കുടമായി മാറുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2025 ചോദിച്ച മുഴുവൻ മലയാളം PYQസുമായി അടുത്ത ഒരു സെക്ഷനിൽ കണ്ടുമുട്ടാം.